നമസ്കാരം. നമ്മുടെ 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സെക്രട്ടേറിയറ്റ് പോയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ ലാബ് അറ്റൻഡർ പോലത്തെ 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീഷൻ ചാലഞ്ചിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫിസിക്സിൽ കേട്ടോ. ഫിസിക്സിൽ നമ്മുടെ 3 മാർക്കാണ് ഫിസിക്സിനുള്ളത്. അതിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ, അതുപോലെ ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതുകളും, ഈ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മുടെ അവസ്ഥകളാണ്, അതായത് ദ്രവ്യം അല്ലേ. എന്താ ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായിട്ടുള്ള ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദ്രവ്യം എന്ന് പറയുന്നത് അല്ലേ. ദ്രവ്യം. ഇതെന്താ ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായിട്ടുള്ള ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് എന്ത്? ദ്രവ്യം അല്ലേ. ഈ ദ്രവ്യത്തിന് പ്രധാനമായിട്ടും എത്ര അവസ്ഥകളുണ്ടെന്ന് ചോദിച്ചാൽ 7 അവസ്ഥകളുണ്ടെന്ന് പഠിച്ചു നോക്കുക. ദ്രവ്യത്തിന് പ്രധാനമായിട്ടും എത്ര അവസ്ഥകളുണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലേ. ഏതൊക്കെയാ? ഒന്ന് ഖരം, പിന്നെ ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസൈൻസിൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ അല്ലെ. ഇതാണ് പ്രധാനമായിട്ടും ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ദ്രവ്യത്തിന്റെ അവസ്ഥകൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം, റെഡ്ബർഗ് പോളറൻസ്, ഇതൊക്കെ എന്താണ്? നിലവിലുള്ള അവസ്ഥകൾ തന്നെയാണ്. PSC ചിലപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അതിൽ 7 ഉണ്ടെങ്കിൽ നിങ്ങൾ 7 തന്നെ എഴുതാം. അല്ലെങ്കിൽ ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട് എന്ന് ചോദിച്ചിട്ട് പിന്നെ ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ 7 എഴുതരുത്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം, എക്സാമിന് പോകുന്ന തലേദിവസം എങ്ങാനും നോക്കിയിട്ട് നിങ്ങൾ പോകണം. കാരണം പലപ്പോഴും പല ആൻസർ വരുന്ന ഒരു അവസ്ഥയാണിത്, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് എക്സാമിന് തലേദിവസം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജസ്റ്റ് ഇതങ്ങ് പഠിച്ചു നോക്കുക. ദ്രവ്യത്തിന്റെ പ്രധാനപ്പെട്ട 7 അവസ്ഥകളും പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെത്തിയ ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയും, റെഡ്ബർഗ് പോളറൻസും പഠിച്ചു നോക്കുക. അപ്പോൾ ദ്രവ്യത്തിന്റെ പ്രധാനപ്പെട്ട 7 അവസ്ഥകൾ ഏതൊക്കെയാ? 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസൈൻസിൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ഇനി ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാ? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ അല്ലെ. പ്ലാസ്മ അല്ലെ. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ചോദിച്ചാൽ ഏതാ? പ്ലാസ്മയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ഏതാ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ ഏതാ? ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ കേട്ടോ. ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മയാണ്. നിശ്ചിത ആകൃതിയോ വ്യാപ്തിയോ ഇല്ലാത്തതും തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടിയതുമായ പദാർത്ഥങ്ങളാണ് ഡാഷ് എന്ന് പറയുന്നത്. നിശ്ചിത ആകൃതിയോ വ്യാപ്തിയോ ഇല്ലാത്തതും തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടിയതുമായിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? വാതകാവസ്ഥയാണ്. ഏതവസ്ഥയാ? വാതകാവസ്ഥയാണ്. നിശ്ചിത ആകൃതിയില്ല, വ്യാപ്തിയില്ല, തന്മാത്രകൾ എന്താ? വളരെ അകലം കൂടുതലായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ അവസ്ഥ ഏതാ? വാതകാവസ്ഥയിലായിരിക്കും. 5ാമത്തെ ചോദ്യം, വസ്തുവിന്റെ സ്വഭാവത്തെയും പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയും കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? വസ്തുവിന്റെ സ്വഭാവത്തെയും പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയും കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? മെക്കാനിക്സ് ആട്ടോ. ഏതാ? മെക്കാനിക്സ് ആണ്. 6ാമത്തെ ചോദ്യം, താപോർജ്ജത്തെക്കുറിച്ചും ഊർജ്ജമാറ്റത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? താപോർജ്ജത്തെക്കുറിച്ചും ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? തെർമോഡൈനാമിക്സ് ആട്ടോ. ഏതാ? തെർമോഡൈനാമിക്സ് എന്നാണ്. 7ാമത്തെ ചോദ്യം, നിശ്ചിത ആകൃതിയും വ്യാപ്തിയുമുള്ള പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണ്? നിശ്ചിത ആകൃതിയും വ്യാപ്തിയുമുള്ള പദാർത്ഥത്തിന്റെ അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഏതാ? ഖരാവസ്ഥയാട്ടോ. ഏതാ? ഖരാവസ്ഥയാണ്. നിശ്ചിതാകൃതിയും വ്യാപ്തിയുമുള്ള പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ഇത് ഖരാവസ്ഥ എന്ന് പറയുന്നത്. ഇനി നിശ്ചിത ആകൃതി ഇല്ലാത്തതും ഏത് ആകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥങ്ങളുടെ അവസ്ഥ ഏതാണ്? നിശ്ചിതാകൃതി ഇല്ലാത്തതും ഏത് ആകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് ഏതെന്ന് പറയുന്നത്? അതാണ് ദ്രാവകം അല്ലെ. ദ്രാവകങ്ങളാണ്. ഏതവസ്ഥയാ? ദ്രാവകാവസ്ഥയാണ്. നിശ്ചിതാകൃതി ഇല്ലാത്തതും ഏത് ആകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് ഏത്? ദ്രാവകാവസ്ഥ. ഇനി സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? ഏതവസ്ഥയാ? പ്ലാസ്മാവസ്ഥയാണ് കേട്ടോ. ഏതാ? പ്ലാസ്മാവസ്ഥയാണ്. ഇനി തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥ ഏതാ?
പ്ലാസ്മാവസ്ഥയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? പ്ലാസ്മാവസ്ഥയാണ്. ഇനി വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ ഏതാണ്? വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ ചോദിച്ചാലും ഏത് തന്നെയാ? പ്ലാസ്മാവസ്ഥയാണ്. ഏതാ? പ്ലാസ്മാവസ്ഥയാണ്. അപ്പോൾ പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ചോദിച്ചാൽ ഏതാ? പ്ലാസ്മയാണ്. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ ചോദിച്ചാൽ ഏതാ? പ്ലാസ്മയാണ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ട് ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? പ്ലാസ്മാവസ്ഥയാണ്. അതുപോലെ മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? പ്ലാസ്മാവസ്ഥയാണ്. പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാ? പ്ലാസ്മാവസ്ഥയാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാ? അതും പ്ലാസ്മാവസ്ഥയാണ്. ഇനി തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥ ചോദിച്ചാലും ഏതാ? പ്ലാസ്മാവസ്ഥയാണ്. അപ്പൊ അത്രയും പ്രത്യേകതകൾ എന്തിനുണ്ട്? പ്ലാസ്മാവസ്ഥക്കുണ്ട്. ഇനി 12ാമത്തെ ചോദ്യം, ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യൽ നിലനിർത്തിക്കൊണ്ട് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ എന്താണ്? എന്താ ബോസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥങ്ങളുടെ ഊർജവാഹകരാണ് ഏത്? ബോസോൺ കേട്ടോ. ഏതാ? പദാർത്ഥങ്ങളുടെ ഊർജവാഹകരാണ് ബോസോൺ എന്ന് അറിയപ്പെടുന്നത്. ഈ ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാ? പോൾ ഡിറാക്ക് കേട്ടോ. പോൾ ഡിറാക്കാണ് ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇവിടെ ചോദിച്ചത് എന്താ? ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യൽ നിലനിർത്തിക്കൊണ്ട് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആട്ടോ. ഏതാ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയായിരിക്കും? അതിൽ തന്നെ ഉണ്ടായിരിക്കുക സത്യേന്ദ്രനാഥ ബോസും അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. ആൽബർട്ട് ഐൻസ്റ്റീനും സത്യേന്ദ്രനാഥ ബോസുമാണ്. എന്തിനെ കുറിച്ചാ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞരാണ് ആരൊക്കെ? സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. ബോസോൺ എന്ന് പറഞ്ഞാൽ എന്താ? ബോസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥങ്ങളുടെ ഊർജവാഹകരാണ് ബോസോൺ എന്നറിയപ്പെടുന്നത്. ഈ ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? പോൾ ഡിറാക്ക് കേട്ടോ. ആരാ? പോൾ ഡിറാക്ക് ആണ്. ഇനി ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ദൈവഗണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ലിയോൺ ലിഡർമാൻ കേട്ടോ. ആരാ? ലിയോൺ ലിഡർമാൻ ആണ് ദൈവഗണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഈ ദൈവഗണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടികൾ എന്നറിയപ്പെടുന്ന ഏതാ? അത് ഹിഗ്സ് ബോസോൺ കേട്ടോ. ഹിഗ്സ് ബോസോൺ ആണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഏത്? ഹിഗ്സ് ബോസോൺ. ഓർത്തു വെച്ചോ, ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ചോദിച്ചാൽ ഏതാ? ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദൈവകണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൈവകണം എന്നറിയപ്പെടുന്ന ഏതാ? ഹിഗ്സ് ബോസോൺ ആണ്. ആരാ ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്? അത് ലിയോൺ ലിഡർമാൻ കേട്ടോ. ലിയോൺ ലിഡർമാൻ ആണ് ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. നമ്മൾ പറഞ്ഞു ദൈവഗണം എന്നറിയപ്പെടുന്നതാണ് ഏത്? ഹിഗ്സ് ബോസോൺ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏത് ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമായിട്ടായിരിക്കും ഈ ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയെന്ന് അറിയോ നിങ്ങൾ? അത് സത്യേന്ദ്രനാഥ ബോസും പീറ്റർ ഹിഗ്സും കേട്ടോ. സത്യേന്ദ്രനാഥ ബോസും പീറ്റർ ഹിഗ്സിനോടുള്ള ബഹുമാനാർത്ഥമാണ് എന്ത് ചെയ്തത്? ദൈവഗണം എന്നറിയപ്പെടുന്ന ഹിഗ്സ് ബോസോണിന് ഹിഗ്സ് ബോസോൺ എന്ന പേര് നൽകിയത്. അപ്പൊ ചോദിക്കാൻ ചിലപ്പോൾ ഏത് ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത് എന്ന് ചോദിക്കാം. ആരതാ? സത്യേന്ദ്രനാഥ ബോസിനോടും പീറ്റർ ഹിഗ്സിനോടുമുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോൺ എന്ന പേര് നൽകിയത്. ഇനി അടുത്ത ചോദ്യം, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാ? സത്യേന്ദ്രനാഥ ബോസ് അല്ലെ. ഓപ്ഷൻ സി ആണ് സത്യേന്ദ്രനാഥ ബോസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ചിട്ട് പ്രവചിച്ച ശാസ്ത്രജ്ഞരായിരിക്കായിരുന്നു? സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. അതിലെ ഇന്ത്യക്കാരനാണ് ആര്? സത്യേന്ദ്രനാഥ ബോസ് എന്ന് പറയുന്നത്. ഇനി പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ഡാഷ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ഡാഷ്. ഏതാ? ക്വാർക്ക് ആട്ടോ. ഏതാ? ക്വാർക്കാണ്. ഓപ്ഷൻ
സി ആണ് ക്വാർക്ക്. എന്താ പറഞ്ഞത്? പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ചോദിച്ചാൽ ഏതാ? ക്വാർക്കാട്ടോ. ആരാണ്? ക്വാർക്കാണ്. ഈ ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ച വ്യക്തിയുണ്ട്. ആരാ? മുറേ ജെൽമാന്. ഈ ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? മുറേ ജെൽമാൻ കേട്ടോ. ആരാ? മുറേ ജെൽമാനാണ്. ഈ ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ചോദിച്ചാൽ ആരൊക്കെയാ? മുറേ ജെൽമാനും ജോർജ് സ്വിഗും കേട്ടോ. ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ചോദിച്ചാൽ ആരാ? മുറേ ജെൽമാനും ജോർജ് സ്വിഗും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് ആരാ? മുറേ ജെൽമാനാണ്. എന്താണ് ക്വാർക്ക്? പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ വേറെ കാര്യം കൂടി ഓർത്ത് നോക്കുക. ഈ ക്വാർക്കുകൾ ചേർന്നിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളുണ്ട്. അതേതാ? അത് ഹാഡ്രോൺ കേട്ടോ. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഏത്? ഹാഡ്രോൺ എന്ന് പറയുന്നത്. ഏറ്റവും സ്ഥിരമായ ഹാഡ്രോൺ ആണ് പ്രോട്ടോൺ. ഏറ്റവും സ്ഥിരമായിട്ടുള്ള ഹാഡ്രോൺ ആണ് ഇത് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഇനി ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണം ഏതാണെന്ന് ചോദിക്കാം. അതേതാ? അത് ഗ്ലൂവോൺസ് കേട്ടോ. ഗ്ലൂവോൺ എന്നൊരു കാര്യം ഓർത്തു. ഗ്ലൂവോൺ എന്തൊക്കെ പറഞ്ഞു? ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ ഏതാ? അത് ഹാഡ്രോണ്. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോണ്. ഏറ്റവും സ്ഥിരമായ ഹാഡ്രോൺ ആണ് ഏത്? പ്രോട്ടോൺ. ഏറ്റവും സ്ഥിരമായ ഹാഡ്രോൺ ഏതാ? പ്രോട്ടോണ്. ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണമാണ് ഏത്? ഗ്ലൂവോൺ. ഏതാ? ഗ്ലൂവോണ്. ഇനി മിന്നലില് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാ? മിന്നലില് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ നമ്മൾ പറഞ്ഞു ഏതാ? പ്ലാസ്മ അല്ലെ? പ്ലാസ്മ അവസ്ഥയിലാണ്. ഇനി 1 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? 1 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാമാ? 10⁻³ 10⁻³ കിലോഗ്രാം ആണ് 1 ഗ്രാം എന്ന് പറയുന്നത്. 10⁻³ കിലോഗ്രാം ആണ് 1 ഗ്രാം എന്ന് പറയുന്നത്. ഇനി ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന കണം ഏതാണ്? ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന കണം ഏതാണ്? ഇത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതായിരുന്നു? ഹിഗ്സ് ബോസോൺ അല്ലെ? ഏതാ? ഹിഗ്സ് ബോസോൺ ആണ്. എന്താ പിണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? പിണ്ഡം അല്ലെ? അല്ലെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ചോദിച്ചു. ഏതാ? ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഏതാ? ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഏതാ? ഹിഗ്സ് ബോസോൺ ആണ് അല്ലെ? ദൈവഗണം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ അതും നമ്മൾ പഠിച്ചായിരുന്നു. ആരാ? ലിയോൺ ലിഡർമാൻ അല്ലെ? ഇനി ദൈവഗണം, അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഏതാ? ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ ആണ് ദൈവഗണം എന്ന് അറിയപ്പെടുന്നത്. ഇനി ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു. ആരാ? പോൾ ഡിറാക്ക് അല്ലെ? ഓപ്ഷൻ ബി ആണ് പോൾ ഡിറാക്ക്. എന്താണ് ബോസോണ്? പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകരാണ് ഏത്? ബോസോൺ എന്ന് പറയുന്നത്. ഇനി 21ാമത്തെ ചോദ്യം, താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? ഏതാ? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓപ്ഷൻ ബി ആണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. അടുത്ത ചോദ്യം, ഉയർന്ന താപനിലയിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? ഉയർന്ന താപനിലയിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? ഏതാ ഉയർന്ന താപനിലയിൽ? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. ഏതാ? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. അപ്പൊ നമ്മൾ കുറഞ്ഞ താപനിലയിൽ താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഉയർന്ന താപനിലയാണെങ്കിൽ ഏതാ? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. 23ാമത്തെ ചോദ്യം, പിണ്ഡത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? പിണ്ഡത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാ? ഓപ്ഷൻ സി ആണ് കിലോഗ്രാം ആണ്. ഇത് പല എക്സാമുകളിലും ചോദിക്കാറുണ്ട്. കുറച്ച് അടിസ്ഥാന യൂണിറ്റുകൾ ജസ്റ്റ് നമുക്ക് പഠിച്ചു വെക്കണം. നോക്കാം. ഈ ഒരു ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എന്തായാലും 1 മാർക്ക് ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ടെലിഗ്രാമിൽ ഇട്ടേക്കാം, ഗ്രൂപ്പിൽ നമ്മുടെ. ജസ്റ്റ് പഠിച്ചു വെക്കണം. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ കേട്ടോ. ഏതാ? നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ ഏതാ? മീറ്റർ ആണ്. പിണ്ഡത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം. സമയത്തിന്റെ ആണെങ്കിൽ ഏതാ? സെക്കൻഡ്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ ഏതാ? സെക്കൻഡ് ആണ്. ഇനി വൈദ്യുത പ്രവാഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ആംപിയർ. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ആണെങ്കിൽ ഏതാ? കെൽവിൻ. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഏത്? കെൽവിൻ. ഇനി പദാർത്ഥത്തിന്റെ അളവ് അടിസ്ഥാന യൂണിറ്റ് ഏതാ? മോളാണ്. പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഏത്?
ക്യാൻറ്റില എന്ന് പറയുന്നത്. ഈ ടേബിൾ എന്തായാലും മസ്റ്റായിട്ട് പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. ടെലിഗ്രാം ചാനലിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക, അതിലിട്ടേക്കാം ഞാൻ ഇത്. അടിസ്ഥാന അളവുകൾ, നീളം ഏതാ, നീളം മീറ്റർ, അതിൻ്റെ പ്രതീകം ഏതാ, എം. ഇതും കൂടി പഠിച്ചു വെച്ചോ, എം ആണ്. പിണ്ഡത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ കിലോഗ്രാം ആണ്. സമയത്തിൻ്റെത് സെക്കൻഡ്, വൈദ്യുത പ്രവാഹം ആംപിയർ, താപനില കെൽവിൻ ആണ്. പദാർത്ഥത്തിന്റെ അളവാണെങ്കിൽ ഏതാ, മോൾ ആണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഏത്, ക്യാൻഡില എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം, ഒരു കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? ഒരു കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? എത്ര കിലോഗ്രാമാ? ഓപ്ഷൻ എ ആണ് 10⁻²2 കിലോഗ്രാം അല്ലെ. ഒരു കിലോഗ്രാം എന്ന് ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാ, 10⁻² കിലോഗ്രാം ആണ്. ഇനി ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? ഒരു ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? എത്രയാ, 10⁻³ കിലോഗ്രാം കേട്ടോ. 10⁻³ കിലോഗ്രാം ആണ് ഒരു ടൺ എന്ന് പറയുന്നത്. ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 കിലോഗ്രാം ആണ്. ഒരു ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 10⁻⁻3 കിലോഗ്രാം. ഒരു കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോഗ്രാം കേട്ടോ. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാ, 100 കിലോഗ്രാം ആണ്. അതായത് 10⁻² കിലോഗ്രാം ആണ്. അതുപോലെ ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്രയാ, 10⁻³ കിലോഗ്രാം അല്ലേ. 10⁻³ കിലോഗ്രാം ആണ് ഏത്, ഒരു ടൺ എന്ന് പറയുന്നത്. അതായത് 1000 കിലോഗ്രാം. ഇനി ഒരു AMU എന്ന് പറഞ്ഞാൽ, AMU എന്താ, AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റ്. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.66 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഇതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. അപ്പോൾ ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻6 കിലോഗ്രാം. ഒരു ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻3 കിലോഗ്രാം. ഇനി ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാ, 10⁻² കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ 100 കിലോഗ്രാം ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോഗ്രാം അല്ലെങ്കിൽ 10⁻³ കിലോഗ്രാം ആണ്. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, 1.66 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഇനി 26ാമത്തെ ചോദ്യം, അവസാനമായിട്ട് കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? അവസാനമായിട്ട് കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥ ചോദിച്ചാൽ ഏതാ, എക്സിറ്റോണിയം ആണ്. ഇതിനും ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകും. ഞാൻ ഇവിടെ പറയുന്നു അവസാനമായിട്ട് കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥ ടൈം ക്രിസ്റ്റൽ അല്ല, എക്സിറ്റോണിയം ആണ്. ഇനി അടുത്ത ചോദ്യം, 0 കെൽവിനിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? 0 കെൽവിനിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാ? ഓപ്ഷൻ എ ആണ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 0 കെൽവിനിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ ചോദിച്ചാൽ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഈ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ നിർമ്മാണ ഘടകം ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ നിർമ്മാണ ഘടകം ഏതാണ്? ഏതാ? ബോസോണുകൾ അല്ലെ. ഓപ്ഷൻ സി ആണ്, ബോസോണുകളാണ്. ഇനി ഒരു ദ്രാവകം അതിദ്രവത്വം പ്രകടിപ്പിക്കുന്ന താപനിലയെ വിളിക്കുന്ന പേരെന്താ? ഒരു ദ്രാവകം അതിദ്രവത്വം പ്രകടിപ്പിക്കുന്ന താപനിലയെ വിളിക്കുന്ന പേരാണ് ലാംഡ പോയിന്റ്. ഓപ്ഷൻ എ ആണ്, ലാംഡ പോയിന്റ് ആണ്. ഇനി ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരെന്താണ്? ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേര് എന്താ? ദ്രവങ്ങൾ എന്നാണ്. ഓപ്ഷൻ ഡി ആണ്, ദ്രവങ്ങളാണ്. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ദ്രവങ്ങൾ. ഇനി ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആസ്ട്രോഫിസിക്സ് കേട്ടോ. ഏതാ? ആസ്ട്രോഫിസിക്സ് എന്നാണ്. ഇനി ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ ഏതാ? നമ്മൾ പഠിച്ചതാണ് ഇത്. ഏതാ? ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഏത്? ഹാഡ്രോൺ അല്ലെ. ഏതാ? ഹാഡ്രോൺ ആണ്. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ഏതായിരുന്നു? ഏറ്റവും സ്ഥിരമായ ഹാഡ്രോൺ എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ. അതും പറഞ്ഞതാണ് അല്ലെ. ഏറ്റവും സ്ഥിരമായ ഹാഡ്രോൺ ആണ് ഇത്, പ്രോട്ടോൺ. ഇനി പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് അടിസ്ഥാന അളവുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ്, അടിസ്ഥാന അളവുകൾ. ഇനി ചലനത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചലനത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ്? ഡൈനാമിക്സ് അല്ലെ. ഡൈനാമിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഏത്? ഡൈനാമിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ ഏതാ? അക്വസ്റ്റിക്സ്. ഇനി ഓപ്റ്റിക്സ് എന്താ? പ്രകാശത്തെക്കുറിച്ച്
കുറിച്ചുള്ള പഠനമാണ് ഏത് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. എന്താ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? അറിയുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യോ. തെർമോഡൈനാമിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനം ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി 35 പ്രകാശത്തിന്റെ ഗുണത്തെയും സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രകാശത്തിന്റെ ഗുണത്തെയും സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനം ഏത് പേരിലാ? അത് നമ്മൾ പറഞ്ഞു ഒപ്റ്റിക്സ് ആണ്. ഇനി ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അക്വസ്റ്റിക്സ് അല്ലെ. ശബ്ദത്തെ കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ്. ചലനത്തെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ഏതാ? മെക്കാനിക്സ് അല്ലെ. ഇനി ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനെയും അറ്റോമിക കണങ്ങളെയും കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനെയും അറ്റോമിക കണങ്ങളെയും കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെ. ഓപ്ഷൻ സി ന്യൂക്ലിയർ ഫിസിക്സ്. ഇനി ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെക്കുറിച്ചും അവയെ നിയന്ത്രിച്ചിട്ട് ഉപയോഗപ്രദമാകുന്നതിനെയും കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെക്കുറിച്ചും അവയെ നിയന്ത്രിച്ചിട്ട് ഉപയോഗപ്രദമാകുന്നതിനെയും കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇലക്ട്രോണിക്സ്. ഏതാ? ഇലക്ട്രോണിക്സ്. ഇനി പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ പറഞ്ഞു പ്ലാസ്മാവസ്ഥയിലാണ്. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ചോദിച്ചാൽ ഏതാ? ഫെർമിയോണിക് കണ്ടൻസേറ്റ് അല്ലെ. ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഇനി ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരില? ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഏത്? ഹാഡ്രോൺ അല്ലെ. ഏതാ? ഓപ്ഷൻ സി ആണ്, ഹാഡ്രോൺ ആണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പറയുന്നതാണ് ഡാഷ്. 10th പ്രിലിംസ് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പറയുന്നത് എന്തായിരുന്നു? പിണ്ഡം എന്നാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, പിണ്ഡം എന്നാണ്. 43ാമത്തെ ചോദ്യം, ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാ? മുറേ ജൽമാൻ. ഓപ്ഷൻ സി മുറേ ജൽമാൻ. ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? മുറേ ജൽമാൻ. അതുപോലെ ജോർജ് സിഗ്ഗും ഉണ്ട് കേട്ടോ. ജോർജ് സിഗ്ഗും മുറേ ജൽമാനും ചേർന്നിട്ടാണ് ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ചത്. പക്ഷേ ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ? അത് മുറേ ജൽമാനാണ്. ഈ ക്വസ്റ്റ്യനിൽ ചെറിയ തിരുത്തുണ്ട്. അതായത് ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച രണ്ടുപേരാണ്. ഒന്ന് മുറേ ജൽമാനും ജോർജ് സിഗ്ഗും, രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ക്വാർക്ക് മോഡൽ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ ക്വാർക്ക് മോഡലിന് ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ? അത് മുറേ ജൽമാനാണ്. ഇനി പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കണങ്ങളാണ് ഡാഷ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ കണങ്ങളാണ് ഡാഷ്. ഏതാ? ക്വാർക്ക് കേട്ടോ. ഇതാ ക്വാർക്കാണ്. ഇനി ദൈവഗണം എന്നറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചതാണ്. ഏതായിരുന്നു ദൈവഗണം എന്നറിയപ്പെടുന്നത്? ഹിഗ്സ് ബോസോൺ അല്ലെ. ഓപ്ഷൻ എ ആണ്, ഹിഗ്സ് ബോസോൺ ആണ്. ഇനി ദ്രവ്യത്തിന്റെ പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഏത്? ഹിഗ്സ് ബോസോൺ അല്ലെ. ഓപ്ഷൻ സി ഹിഗ്സ് ബോസോൺ ആണ്. ഇനി സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായിട്ടുള്ള ഏതൊരു വസ്തുവും അറിയപ്പെടുന്നതാണ് ഡാഷ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായിട്ടുള്ള ഏതൊരു വസ്തുവും അറിയപ്പെടുന്നത് ഏത് പേരില? ദ്രവ്യം എന്നാലേ. ഓപ്ഷൻ സി ആണ്, ദ്രവ്യമാണ്. എന്താ ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായിട്ടുള്ള ഏതൊരു വസ്തുവിനെയും പറയുന്നതാണ് ഏത്? ദ്രവ്യം എന്ന്. ഇനി ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? പാർസെക് ആട്ടോ. ഏതാ? പാർസെക് ആണ്. പാർസെക്. ഓപ്ഷൻ എ ആണ്, പാർസെക്. ഇനി നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ്, നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് അതേതാ? ഓപ്ഷൻ സി ആണ്, പ്രകാശവർഷം അല്ലെ. പ്രകാശവർഷമാണ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ ഏതാ? പ്രകാശവർഷമാണ്. ഇനി ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ ഏതാ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഓപ്ഷൻ ബി ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഇനി MK സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപം ഏതാണ്? MK സിസ്റ്റത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഏത്? SI യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ്. ഇനി അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് ഡാഷ്. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള
പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? SI സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം ഏതാണ്? ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം ചോദിച്ചാലും ഏത് തന്നെയാ? SI യൂണിറ്റ് ആണ് കേട്ടോ. SI സമ്പ്രദായമാണ്. ഇനി ശാസ്ത്രലോകത്തെ അളവുകൾ പ്രസ്താവിക്കാനായിട്ട് SI യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? ശാസ്ത്രലോകത്തെ അളവുകൾ പ്രസ്താവിക്കാനായിട്ട് SI യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? 1960 മുതലാണ് SI സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ഉപയോഗിച്ച് തുടങ്ങിയത്. SI സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 കേട്ടോ. അടിസ്ഥാന അളവുകൾ SI സിസ്റ്റത്തിലെ അടിസ്ഥാന അളവുകൾ ചോദിച്ചാൽ എത്ര? 7 കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. പിന്നെ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് നമ്മൾ പഠിച്ചതായിരുന്നു. ഏതായിരുന്നു സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്? ഒരു ചാർട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നു. ഏതായിരുന്നു? സെക്കൻഡ് അല്ലേ? സെക്കൻഡ് ആണ് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഏത്? സെക്കൻഡ്. ഇനി സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഓപ്ഷൻ ഡി ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാ? നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാ? മീറ്റർ ആണ് അല്ലേ? നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ്. ഇനി ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാ? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി 59 ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഡാഷ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഡാഷ്. എന്താ? പ്രകാശവർഷം അല്ലെ? ഓപ്ഷൻ സി ആണ് പ്രകാശവർഷമാണ്. ഇനി SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു. എത്രയായിരുന്നു? 7. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്രയാ? 7 ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ? 15 കോടി കിലോമീറ്റർ ആട്ടോ. ഓപ്ഷൻ ബി ആണ് 15 കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രകാശവർഷമാണ്? ഒരു പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രകാശവർഷ? 3.26 പ്രകാശവർഷമാണ്. ഓപ്ഷൻ സി ആണ് 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം ഡാഷ് കിലോമീറ്റർ ആണ്. ഒരു പ്രകാശവർഷം എന്നത് ഡാഷ് കിലോമീറ്റർ ആണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ? ഓപ്ഷൻ ബി ആണ് 9.46 × 10⁻12 കേട്ടോ. 9.46 × 10⁻12 കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇനി മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താ? മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താ? ഓപ്ഷൻ എ ആണ് കിലോഗ്രാം ആണ്. ഇനി ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്താ? ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്താ? ആംപെയർ. ഓപ്ഷൻ ബി ആണ് ആംപെയർ ആണ്. 66 ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്താ? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്താ? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കുളോം ആട്ടോ. ഓപ്ഷൻ ബി കുളോം ആണ്. 67 ചോദ്യം ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ആവൃത്തിയുടെ യൂണിറ്റ് എന്താ? ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് അല്ലേ? ഹെഡ്സ് ആണ്. ഓപ്ഷൻ സി ഹെഡ്സ് ആണ്. 68 ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ അല്ലേ? ഊർജത്തിന്റെ യൂണിറ്റ് ആണ് ജൂള്. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? അടുത്ത ചോദ്യം വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താ? ഓം അല്ലേ? അലക്സാണ്ടർ ഓമിന്റെ പേരിൽ വന്ന യൂണിറ്റ് ആണ് ഏത്? ഓം എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ് ഓം. ഇനി താപത്തിന്റെ യൂണിറ്റ് ഏതാ? ജൂൾ അല്ലേ? താപത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ? എന്താ? പാസ്കൽ അല്ലേ? മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് ഒരു പ്രവൃത്തി ചെയ്തു എത്ര ജൂളാ? ജൂൾ എന്ന് പറയില്ലേ നമ്മൾ? പ്രവൃത്തിയുടെ യൂണിറ്റ് എത്രയാ? ജൂൾ ആണ്. ഇനി താപനിലയുടെ യൂണിറ്റ് എന്താ? കെൽവിൻ അല്ലെ? താപനില കെൽവിൻ. താപനിലയുടെ യൂണിറ്റ് കെൽവിൻ ആണ്. ഇനി ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് എന്താ? ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ആണെങ്കിൽ ഏതാ? ഡെസിബൽ അല്ലെ? ഓപ്ഷൻ സി ഡെസിബൽ ആണ്. ഇനി നീളത്തിന്റെ അംഗീകൃത യൂണിറ്റ് ഏതാ? മീറ്റർ ആണ്. ഓപ്ഷൻ സി മീറ്റർ ആണ്. ഇനി ഇലക്ട്രിക് പവർ അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? ഇലക്ട്രിക് പവർ അളക്കാനുള്ള യൂണിറ്റ് ഏതാ? വാട്ട് കേട്ടോ. ഓപ്ഷൻ സി വാട്ട് ആണ്. ഇനി റേഡിയേഷന്റെ തോത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്
യൂണിറ്റ് ഏതാണ്? റേഡിയേഷൻ്റെ തോത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഗ്രേ ആട്ടോ. ഓപ്ഷൻ ഡി ഗ്രേ ആണ്. ഇനി വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ഏതാ? വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ഏതാ? പോയിസ് അല്ലേ? ഓപ്ഷൻ എ ആണ് പോയിസ്. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താ? പോയിസ് ആണ്. ഇനി വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്താ? വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്താ? വ്യാപ്തത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് അല്ലേ? ഓപ്ഷൻ ബി ആണ് മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ് ആണ്. ഇനി സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ? സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി 81 പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താ? പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ? ഏതാ? ക്യാൻഡില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ക്യാൻഡില. ഇനി 82 ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്ഷൻ ബി ആണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലമാണ് ഇത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇനി പദാർത്ഥത്തിന്റെ അളവിന്റെ യൂണിറ്റ് എന്താണ്? പദാർത്ഥത്തിന്റെ അളവിന്റെ യൂണിറ്റ് ഏതാ? മോളാട്ടോ. ഏതാ? മോളാണ്.